നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോടതിയും കായിക മന്ത്രാലയവും കനിഞ്ഞെങ്കിലും ചിത്രയ്ക്ക് അവസരം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത്ലറ്റിക് ഫെഡറേഷനെ വരുതിയിൽ നിർത്താൻ കോടതി ഒപ്പം തന്നെ കായിക മന്ത്രാലയം അടക്കമുള്ള ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ആകുമോ എന്ന ചോദ്യവും നിഴലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കായിക താരങ്ങളുടെ ആത്മവിശ്വാസം കിട്ടുന്ന തരത്തിൽ മന്ത്രാലയവും ഒപ്പം തന്നെ ഫെഡറേഷനും പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. ലോധ കമ്മീഷൻ മാതൃകയിൽ അത്ലറ്റിക്സിലും പുതിയ സംവിധാനങ്ങൾ വേണമെന്നതാണോ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ തെളിയിക്കുന്നത്? ഇക്കാര്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ചിത്രയ്ക്കൊപ്പം കേരളവും കേന്ദ്രവും തടയിടാൻ നീക്കങ്ങളുമായി അത്ലറ്റിക് ഫെഡറേഷൻ. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് മാനസികമായി തകർക്കുമെന്ന് ചിത്ര. ഭയങ്കര കാരണം ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുക പറഞ്ഞാൽ ഭയങ്കര മാനസികമായി തളരും. പക്ഷേ എല്ലാവരും പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഇനി അടുത്ത മീറ്റിന് കിട്ടും. കേന്ദ്രം ഇടപെടണമെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ. ചിത്രയെ തടയാൻ മുമ്പ് ശ്രമിച്ചതിനും തെളിവ്. ഇതര സംസ്ഥാന ലോട്ടറിക്കെതിരെ കർശന നടപടികളുമായി സർക്കാർ. നടപടികൾ പൂർത്തിയാക്കാതെ വിൽപ്പന അനുവദിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അനുമതി തേടി മിസോറാം ലോട്ടറി സമർപ്പിച്ച കത്ത് ചട്ടവിരുദ്ധമെന്നും ധനമന്ത്രി. നിരോധിക്കണമെന്ന് കേന്ദ്രത്തിന് കത്ത്. മിസോറാം ലോട്ടറി വിറ്റ 5 പേർ പാലക്കാട് കസ്റ്റഡിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പൾസർ സുനി കാവ്യയുടെ ഡ്രൈവറായിരുന്നെന്ന് പോലീസിന് സൂചന. കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഡി സിനിമാസിനെതിരായ അന്വേഷണം വിജിലൻസിന് കൈമാറണമെന്ന് കോടതി. ബിനീഷ് കോടിയേരിയുടെ വീടാക്രമത്തിൽ 3 BJP-ക്കാർ പിടിയിൽ. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരത്തെ അക്രമം സംസ്ഥാനത്ത് ഭരണകൂടത്തിന് നാണക്കേടെന്ന് എ.കെ. ആന്റണി. BJP ഓഫീസ് ആക്രമണം തടഞ്ഞ പോലീസുകാരന് പാരിതോഷികം. തൃശൂർ പാവറട്ടിയിലെ വിനായകന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഉത്തരവിട്ടത് DGP ലോക്നാഥ് ബെഹ്റ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പരിശോധിക്കും. Straight up, should be taken. Who wants it? Nice loud call. As predicted, no sign of standards. ഗേൾ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് 304 റൺസ് വിജയം. രവീന്ദ്ര ജഡേജയ്ക്കും അശ്വിനും 3 വിക്കറ്റ്. ചിത്രയ്ക്കൊപ്പം PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ സമ്മർദ്ദം ശക്തമാക്കി കേന്ദ്ര കായിക മന്ത്രാലയം. രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചെങ്കിലും ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകണമെന്ന് കായിക മന്ത്രി വിജയ് ഗോയൽ അത്ലറ്റിക് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ചിത്രയ്ക്ക് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് ഫെഡറേഷൻ അറിയിച്ചു. കോടതി വിധി ചൂണ്ടിക്കാട്ടി ലോക ഫെഡറേഷന് ഇന്ത്യൻ ഫെഡറേഷൻ കത്തയക്കും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി വന്ന ശേഷം അത് മറികടക്കാനുള്ള ആലോചനകളാണ് അത്ലറ്റിക് ഫെഡറേഷനിൽ നടന്നത്. ഫെഡറേഷന്റെ വാദം കേൾക്കാതെയാണ് വിധിയെന്നായിരുന്നു പ്രസിഡന്റ് അതില്ല സുമരിവാളയുടെ ആദ്യ പ്രതികരണം. ഇക്കാര്യം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ചിത്രയെ എന്തുകൊണ്ട് പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനുള്ള നിയമസാധുതയും പരിശോധിച്ചു. എന്നാൽ സുപ്രീംകോടതിയിൽ വിധി ചോദ്യം ചെയ്യരുതെന്നും ചിത്രയ്ക്ക് അനുകൂലമായ തീരുമാനം മാനിക്കാൻ തയ്യാറാകണമെന്നും ഫെഡറേഷൻ പ്രസിഡന്റുമായി സംസാരിച്ച കായികമന്ത്രി വിജയ് ഗോയൽ നിർദ്ദേശിച്ചു. ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകണമെന്നാണ് മന്ത്രിയുടെ ഉപദേശം. ഇതിനുശേഷവും ചിത്രയെ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പു നൽകാൻ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. ലോക ഫെഡറേഷന് ഇന്ത്യൻ ഫെഡറേഷൻ ചിത്രയുടെ കാര്യം പരാമർശിച്ച് കത്തയക്കും. നടപടി സ്വീകരിച്ചുവെന്ന് കാട്ടി കോടതിയിൽ മുഖം രക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഫെഡറേഷന്റെ ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനിടെ ചിത്ര വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നും ആരെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഫെഡറേഷനാണെന്നും ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷൻ വിശദീകരിച്ചു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വിഷയത്തിൽ ആദ്യം പ്രതികരിക്കുന്നത്
സ്പോർട്സ് ലേഖകൻ ഡി സുദർശൻ, ഒപ്പം അത്ലറ്റിക് ഫെഡറേഷൻ ഭാരവാഹി PI ബാബു, കമാൽ വരദൂർ, പത്മിനി തോമസ്, സിജിൻ, ചിത്ര എന്നിവരും പ്രൈം ഡിബേറ്റിൽ പങ്കുചേരും. ആദ്യം ഡി സുദർശനിലേക്ക്. വൈൽഡ് കാർഡ് അടക്കമുള്ള സാങ്കേതിക കാരണങ്ങൾ പറയുന്നുണ്ട്. ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ചിത്രയ്ക്ക് അനുകൂലമായി ഒരു നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രകാശ്, തീർച്ചയായിട്ടും അവസാന നിമിഷം വന്ന ഡാമേജ് പരിഹരിക്കുവാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ചിത്ര ഈ ഓഗസ്റ്റ് 4-ന് ലണ്ടനിൽ ആരംഭിക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത ഇപ്പോഴും വളരെ വളരെ നേർത്തതാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് നൂലാമാലകൾ ഈ അനുവാദം കിട്ടിയാൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചിത്രയ്ക്ക് അവിടെ എത്താൻ ഇനി ഉള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പറയുന്ന ന്യായങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ ഉണ്ടായ പ്രതിഷേധത്തെ തണുപ്പിക്കുവാൻ ഉപയുക്തമായേക്കാം. എന്തായാലും ഈ ചിത്ര വിഷയത്തോടു കൂടി ധാരാളം കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഉയർന്ന് വരുന്നുണ്ട്, ധാരാളം സംശയങ്ങളുണ്ട്. സങ്കീർണമാണ് ഈ ചുറ്റുപാട്. ഈ സങ്കീർണതയെ നിർദ്ധാരണം ചെയ്യുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇനി മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ചിത്രയോടൊപ്പം നിന്നു. ചിത്രയുടെ മികവിൻ്റെ വിശദാംശങ്ങൾ നൽകി. ചിത്ര എങ്ങനെ തടയപ്പെട്ടു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും ജനങ്ങൾക്ക് നൽകി. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളും സത്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ പുനർജനിക്കരുത് എന്ന തീരുമാനത്തോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ് ഇത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ശരിക്കും നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. ചിത്ര ഒരുപക്ഷെ പോയേക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിത്രയ്ക്ക് ലണ്ടനിലെത്തുവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും അത്ഭുതം വൈൽഡ് കാർഡ് എൻട്രി പോലെയുള്ള സംഭവങ്ങൾ വന്ന ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ അവസാനം സംഭവിച്ചേക്കാം എന്ന് പോലും വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം വൈകിപ്പോയിരിക്കുന്നു. അവിടെ പങ്കെടുക്കാൻ ഇതിന്റെ സാങ്കേതികത്വം, അതുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ അതെല്ലാം മാറ്റിവെക്കാം. സാധാരണക്കാരായ ജനങ്ങൾ, ഏതായാലും കായിക താരം ചിത്രയ്ക്കൊപ്പമാണ്. പൊതുസമൂഹം, സംസ്ഥാന ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം അടക്കമുണ്ട്. കോടതി, സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത കോടതിയായ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ മാനദണ്ഡങ്ങൾ തെറ്റാണ്, അത് പരിശോധിക്കണം, ചിത്രയുടെ മത്സരം പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഉത്തരവ് നൽകുന്നു, ഇടക്കാല ഉത്തരവ്. ഈ കോടതിക്കും ഈ കേന്ദ്ര കായിക മന്ത്രാലയത്തിനും അപ്പുറമാണോ ഇത്തരത്തിലുള്ള ഫെഡറേഷനുകൾ? അതിന് സ്വതന്ത്ര സ്വഭാവമുണ്ട്. അവരുടെ വാദം കേട്ടില്ല, അവരുടെ ഭാഗം കേട്ടില്ല എന്നെല്ലാം അവർ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സ്വാഭാവികമായും അവർ ഉയർത്താൻ പോകുന്ന വാദങ്ങളും അതുതന്നെയായിരിക്കും. മറിച്ച് ഈ വൈൽഡ് കാർഡ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ചിത്രയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന ചോദ്യം ഞാൻ ആദ്യം ഉന്നയിച്ചു. രണ്ടാമത്, ഇവിടെ ഈ കോടതി വിധി ചൂണ്ടിക്കാട്ടി ലോക ഫെഡറേഷന് ഇന്ത്യൻ ഫെഡറേഷൻ കത്തയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കത്തയച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ശുഭകരമായ നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? പ്രകാശ്, അതിനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. നേരത്തെ പ്രകാശ് ഗൗരവമുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഈ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും തന്നെ ഈ നമ്മുടെ ഫെഡറേഷനുകളെ നിയന്ത്രിക്കാൻ പ്രാപ്തമായ ഒരവസ്ഥയിലല്ല അതിൻ്റെ സംവിധാനം. അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്. ഒരുപക്ഷെ അതൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ഈ രാജ്യത്ത് കായിക രംഗവുമായി ബന്ധപ്പെട്ട അഴിമതികൾ നടക്കുന്നതെല്ലാം ഇതൊക്കെ തന്നെ ഈ ഏജൻസികളൊക്കെ സ്വതന്ത്രമായി നിൽക്കുന്നതുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായി പോയതുകൊണ്ടാണ്. നമുക്കറിയാവുന്നതിൽ BCC ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ടീമല്ല BCCയുടെ ടീമാണ് എന്ന് വരെ പറയുകയും അത് വിവാദമാകുകയും ചെയ്ത ഒരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ശരിക്കും അഴിമതിയും മറ്റു കാര്യങ്ങളെല്ലാം ക്രിക്കറ്റിലുണ്ട്. ക്രിക്കറ്റിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഒരു സംവിധാനവും ഉണ്ടെന്ന് വന്നിരിക്കുന്നു. ആ തരത്തിൽ ഏതെങ്കിലും ഒരു നിയന്ത്രണം ഈ നമ്മുടെ അസോസിയേഷനുകൾക്കും നമ്മുടെ ഫെഡറേഷനുകൾക്കും വളരെ അത്യാവശ്യമാണ്. ഇനി അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവയൊക്കെ എങ്ങനെ ഈ പരിധിയിൽ കൊണ്ടുവരാം? ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് കമാൽ വരദൂർ കൂടി തത്സമയം ചർച്ചയിൽ പങ്കെടുക്കുന്നു, കോഴിക്കോട് നിന്നും. കമാൽ വരദൂർ, ഇവിടെ ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ആ പട്ടികയിൽ ചിത്രയില്ല. പട്ടികയിൽ ഇടം കിട്ടി, സ്വർണം നേടിയപ്പോൾ ലോക മീറ്റിനുള്ള പട്ടികയിൽ ഇടമില്ല.
ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ചിത്ര എന്ന ഒരു താരത്തെ മാത്രം കണ്ടുകൊണ്ടല്ല, കായിക താരങ്ങളെ അർഹമായ പരിഗണന നൽകാതെ അവരെ അവഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇത്തരം ഫെഡറേഷനുകൾക്ക് എന്താണ് പ്രസക്തിയുള്ളത്? പ്രകാശ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഇങ്ങനെ അതായത് താരങ്ങളെ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇത്തരമൊരു സിസ്റ്റം ഉള്ളത്. കാരണം നമ്മുടെ ഫെഡറേഷൻ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ സെലക്ഷൻ കമ്മിറ്റി വെക്കുന്നു, എന്നിട്ട് താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തെക്കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം, ലോക അത്ലറ്റിക് ഫെഡറേഷൻ കൃത്യമായ ഒരു യോഗ്യതാ മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ സെലക്ഷൻ പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച, ഇപ്പോൾ ഈ ലോക ചാമ്പ്യൻഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട ടീമിനെ മാത്രം ഒന്ന് നോക്കുക. എത്ര പേര്, അതായത് ലോക അത്ലറ്റിക് ഫെഡറേഷൻ, സെബാസ്റ്റ്യൻ കോ ചെയർമാൻ ആയിട്ടുള്ള ലോക അത്ലറ്റിക് ഫെഡറേഷൻ, അവർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ എത്ര താരങ്ങൾ മറികടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളിലേക്ക് എത്ര താരങ്ങൾ വന്നിട്ടുണ്ട്, എത്ര താരങ്ങളെ അതൊന്നുമില്ലാതെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ കായിക രംഗത്തെ അമേച്വറിസം അല്ലെങ്കിൽ ചില താല്പര്യക്കാരുടെ സംക്ഷിപ്തമായ ചില ഇടപെടലുകൾ അവിടെ നടക്കുന്നത്. കാലാകാലങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഈ ലോക ചാമ്പ്യൻഷിപ്പ് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ എന്താ സംഭവിച്ചത്? ആരൊക്കെയാണ് നമ്മുടെ 135ഓളം വരുന്ന സംഘത്തിലുണ്ടായിരുന്നത്? ഏറ്റവും കൂടുതൽ പേരുണ്ടായിരുന്നത് ഒഫീഷ്യൽസാണ്, 36ഓളം പേര്. ഇവിടെ നമ്മൾ നോക്കുക, ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 24 താരങ്ങൾ, 13 ഒഫീഷ്യൽസ്. ഈ ഒഫീഷ്യൽസിൻ്റെ ഗണം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊരു മാനദണ്ഡത്തിലേക്കാണ് ഈ ഒഫീഷ്യൽസ് വരുന്നത്? അതിൽ ഒരാൾ, ഈ 13-ൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഈ IAS ഉദ്യോഗസ്ഥനെ എന്ത് മാനദണ്ഡത്തിൽ ഒഫീഷ്യലാക്കി എന്ന് ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട ഫെഡറേഷൻ്റെ വക്താവ് പറഞ്ഞ ഒരു കാര്യം, ഭുവനേശ്വറിൽ നടന്ന ലോക ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചത് അദ്ദേഹമാണ്, അതുകൊണ്ട് ആ സംഘാടനത്തിലുള്ള അംഗീകാരം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ ഫെഡറേഷൻ തന്നെയാണ് പറയുന്നത് 1500 മീറ്ററിൽ 1ാം സ്ഥാനം, അതായത് ആ ഫിനിഷിംഗ്, നമ്മൾ ചിത്രയുടെ ഫിനിഷിംഗ് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. വളരെ മനോഹരമായി ഫിനിഷ് ചെയ്ത ഒരു അതായത് സാധാരണഗതിയിൽ ലോങ് റേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആഫ്രിക്കൻ താരങ്ങളുടെ സ്റ്റാമിനയൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അതേ സ്റ്റാമിനയോടുകൂടി അവസാന ലാപ്പിൽ ശരിക്കും ഒരു സ്പ്രിന്ററുടെ എളുപ്പത്തോടു കൂടി ഫിനിഷ് ചെയ്ത് 1ാം സ്ഥാനം നേടിയ ഒരു താരത്തോടാണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് യോഗ്യതാ മാനദണ്ഡമില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുമോ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സ്പോർട്സിൽ മാത്രം കാണുന്ന അമേച്വറിസമാണ്. ഈ അമേച്വറിസം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. ഇനിയിപ്പോഴും നമ്മൾ ഇതേ അമേച്വറിസം കാണാനായിട്ട് വരാനിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ താങ്കളിലേക്ക് വരാം. PU ചിത്ര കൂടി തത്സമയം പങ്കുചേരുന്നു. PU ചിത്ര, കോടതിയിൽ നിന്നും കേന്ദ്ര കായിക മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണ PU ചിത്രയ്ക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഫെഡറേഷൻ അതിൻ്റെ സാങ്കേതികത്വം മാത്രമാണ് പറയുന്നത്. സമയപരിധി കഴിഞ്ഞു പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി ചിത്രയ്ക്ക് അവസരം നിഷേധിക്കാനുള്ള നീക്കം ഇപ്പോഴും ഫെഡറേഷനിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചിത്രയ്ക്ക് ശുഭപ്രതീക്ഷയുണ്ടോ ലണ്ടനിൽ പോകാൻ കഴിയും എന്ന നിലയിൽ? ഈ അവസരത്തിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മാറി മാറി വരുന്ന തീരുമാനത്തിൽ വളരെ സങ്കടം തോന്നുന്നു. കാരണം ഇപ്പോഴും എനിക്ക് ഇനി കിട്ടുമോ കിട്ടില്ല എന്നൊരു തീരുമാനം കറക്റ്റായി അറിയില്ല. ഇനി അഥവാ കിട്ടിയാലും ലണ്ടനിൽ പോയി കോമ്പറ്റീഷൻ 1500 മീറ്റർ കോമ്പറ്റീഷൻ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നാലേ എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്ന വിശ്വാസം വരുള്ളൂ. കാരണം അങ്ങനത്തെ രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറയുന്നു കിട്ടുമെന്ന്, പിന്നെ പറയുന്നു ഫെഡറേഷൻ സമ്മതിക്കില്ല എന്ന്, പിന്നെ എല്ലാവരും ഇടപെടുന്നുണ്ട്, എല്ലാം നടക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്ന തീരുമാനം കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലണ്ടനിൽ പോയി മത്സരത്തിൽ 1500 മീറ്ററിൽ പങ്കെടുത്താൽ മാത്രമേ എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം വരികയുള്ളൂ. ചിത്രയെ പോലെയുള്ള കായിക താരം ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വൈൽഡ് കാർഡ് അടക്കം നൽകി ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് കായിക മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? എനിക്ക് കൃത്യമായ ഒരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ഈ റൂൾസ് ഒന്നും അറിയില്ല. എല്ലാം മത്സരത്തിൽ പങ്കെടുത്തു,
ATF ഫസ്റ്റ് വന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വിശ്വസിച്ചു. അതുപോരാതെ മീറ്റ് കഴിഞ്ഞ് വന്ന ശേഷം വിസയ്ക്ക് വേണ്ടി ചെന്നൈയിൽ പോകാൻ പറയുകയും ആ വിസൻ്റെ ഇത് ഫെഡറേഷനിലെ അഡ്രസ്സിലേക്ക് അയക്കാൻ പറയുകയും എല്ലാം ചെയ്തു. അപ്പോൾ അതൊക്കെ കൂടുതൽ ഞങ്ങളെ പ്രതീക്ഷയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് ലിസ്റ്റിൽ പേരില്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ കഴിയില്ല പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. തുടരുക. ഡി സുദർശൻ, ഇവിടെ ചിത്രയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു കായിക താരം അവർക്കുണ്ടാകുന്ന മനോവിഷമം, അവരുടെ ആത്മവിശ്വാസത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. ആ ഫെഡറേഷൻ്റെ തീരുമാനത്തെ അതിനെ ഇനി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷന് ഇതിൽ ഇടപെടാൻ കഴിയുന്നതിൽ പരിമിതികളുണ്ടോ? ലോക ഫെഡറേഷന് പരിമിതികളുണ്ടോ? കായിക മന്ത്രാലയത്തിന് പരിമിതികളുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ഇടപെടേണ്ട സാഹചര്യമാണിത് ഇപ്പോൾ. പ്രകാശ്, അതിനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വിരളമായിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതൊക്കെ തന്നെ ഒരു തരത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഓഗസ്റ്റ് 4-ന് മീറ്റ് തുടങ്ങുന്നതോടുകൂടി ആൾക്കാരുടെ ശ്രദ്ധ ഒരുപക്ഷെ ഈ മേഖലയിൽ താല്പര്യമുള്ളവരുടെ ശ്രദ്ധ പൂർണ്ണമായും ആ വഴിക്ക് തിരിയും. ഈ ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ട് കെട്ടടങ്ങിക്കൊള്ളും എന്ന വിശ്വാസത്തോടു കൂടി പറഞ്ഞു കേൾക്കുന്ന സമാധാനങ്ങളാണ് ഇവയൊക്കെ തന്നെ. ഞാൻ ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല ആരെങ്കിലും ചിത്രയെ ഈ വലിയ റിസ്ക് എടുത്ത് അവിടെ എത്തിക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന്. അങ്ങനെ ഒരു മനസ്സ് ഇന്ത്യയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഫെഡറേഷനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. നേരത്തെ ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇടപെടുവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്ന് നമുക്കറിയാം. വലിയ അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞ കൊടുക്കുവാനോ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനോ ഇതിൽ റിക്വസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കും, അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുത്തുവാൻ സാധിച്ചേക്കും. അതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിൽ ആധികാരികമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ സർക്കാരിനോ കായിക മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇതിനേക്കാളും വിപുലമായ മറ്റ് അസോസിയേഷനുകൾക്കോ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ചിത്രയുടെ യാത്ര എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ അങ്ങേയറ്റം സാധ്യത കുറഞ്ഞ ഒരു സാധനമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇക്കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിത്രയെ ലോക മീറ്റിന് വിടണ്ട, അതിൻ്റെ ആവശ്യമില്ല, ആ കുട്ടി അവിടെ പോയി തിളങ്ങേണ്ടതില്ല എന്നാരോ നേരത്തെ തീരുമാനമെടുക്കുകയും വളരെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നടപ്പാക്കിയവർക്ക്, ഈ പ്ലാൻ ചെയ്തവർക്കും അത് ആസൂത്രിതമായിട്ട് നടപ്പാക്കിയവർക്കും ഒക്കെ ഒരു പക്ഷേ ഒരു എതിരഭിപ്രായം ഈ വിഷയത്തിൽ വന്നാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ധാരണകളും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ അർത്ഥം തീർച്ചയായിട്ടും ഞാൻ കൽപ്പിക്കുന്നില്ല. ചിത്രയുടെ യാത്ര നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ സഫലമായി കൊല്ലണം എന്നില്ല. ഇനി ആകെപ്പാടെ 5 ദിവസമാണ് അവശേഷിക്കുന്നത്. ഒരുപാട് സാങ്കേതിക നൂലാമലകൾ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇനി ഇത്രയും വലിയ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ ചിത്രയ്ക്ക് ആ മീറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി ഇപ്പോഴത്തെ ആ കുട്ടിയുടെ ഈ ഏറ്റവും മികച്ച ഒരു കരിയറിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കണ്ടത്. അത് തന്നെ ആ കുട്ടിക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായിരുന്നാലും ഈ വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. ഇത്തരം അവസ്ഥകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ രംഗത്ത് വരേണ്ടത് മുതലായ ഗൗരവമായ വിഷയങ്ങളിലേക്ക് ഈ ചിത്ര സംഭവം തീർച്ചയായിട്ടും ചിത്ര എന്നത് ഒറ്റപ്പെട്ട വിഷയമായി കാണേണ്ടതല്ല. ഇന്ത്യയിലെ മുഴുവൻ കായിക താരങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് വിഷയത്തിന് വിശാലമായ മാനങ്ങളുണ്ട്. സുദർശൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ചിത്രയെ മാത്രം ഇത്തവണ ചിത്രയെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന ചോദ്യം ഈ പൊതുസമൂഹം മൊത്തം ചിത്രയ്ക്കൊപ്പം നിലകൊള്ളുമ്പോൾ ഇപ്പോഴും ആ ഗൂഢശക്തികൾ ആ നീക്കത്തിന് പിന്നിൽ ആരെ എന്നതും അങ്ങനെ നീക്കം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ നീക്കം നടത്തിയവർക്കെതിരായ കർശന നടപടിയുമാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ചിത്രയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് യോഗ്യതയില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ചിത്രയുടെ ഏഷ്യൻ ഗെയിംസിലെ പെർഫോമൻസും അതൊരു യോഗ്യതയായി കണക്കാക്കേണ്ടതില്ല എന്ന് കായിക മന്ത്രാലയത്തിന് ഫെഡറേഷൻ റിപ്പോർട്ട് നൽകി. അങ്ങനെ വ്യക്തമായി ചിത്ര പങ്കെടുക്കേണ്ടതില്ല എന്ന അജണ്ട നടപ്പാക്കിയവർ
ആരാണ്, എന്താണ് അതിന് കാരണം എന്നത് ഇപ്പോഴും നിഗൂഢമായി നിൽക്കുന്നുണ്ട്. ചിത്രയ്ക്ക് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരിക്കാം, പരിമിതി കൊണ്ട് പറയാതിരിക്കുന്നതാണ് എന്നും ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിത്ര, എന്തുകൊണ്ടാണ് എന്നെ പങ്കെടുപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരതയില്ല എന്നാണ് പറഞ്ഞത്. കാരണം പെർഫോമൻസ് സ്ഥിരമായ ഒരു ഇതിൽ നിൽക്കുന്നില്ല. പക്ഷേ ഏതൊരു അത്ലറ്റിനും സ്ഥിരമായ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞാൽ സാധ്യമല്ല. കാരണം പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത് ഏതൊരു അത്ലറ്റിനും അറിയാവുന്നതാണ്. അപ്പോൾ ഗുണ്ടൂരിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് സത്യമാണ്, നിഷേധിക്കുന്നില്ല. കാരണം എനിക്ക് ആ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, ചെയ്യാൻ ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല. കാരണം ATF കഴിഞ്ഞ് ഫസ്റ്റ് വന്നുകൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് മീറ്റിന് സെലക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇനി അതിനുള്ള പരിശീലനം ചെയ്യണം. ഇപ്പോൾ ATFന് ചെയ്തതിനേക്കാളും ഒരു സെക്കൻഡെങ്കിലും ടൈം താഴ്ത്തി എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഓടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കോമ്പറ്റീഷനെല്ലാം കഴിഞ്ഞ ശേഷം ഫെഡറേഷന് പറഞ്ഞു ഇൻഡർസ്റ്റേറ്റ് നിർബന്ധമായി പങ്കെടുക്കണം, എന്തായാലും അതിൽ പെർഫോമൻസും കൂടി നോക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഗുണ്ടൂരിലേക്ക് പോവുകയും ATFിൽ പങ്കെടുത്ത എല്ലാവരും പോയി. പക്ഷേ കുറച്ച് പേര് അവിടെ വന്നിട്ടും കുറച്ച് പേര് ഈവൻറ്റിൽ പങ്കെടുക്കാതെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ സ്വപ്ന ബർമൻ ATFിൽ ഫസ്റ്റ് വന്ന ഹെപ്റ്റാത്തലിന് ഫസ്റ്റ് വന്ന കുട്ടിയാണ്. ആ കുട്ടി ഗുണ്ടൂരിൽ വന്നിട്ട് ആ കുട്ടിക്ക് ATFിൽ ഫസ്റ്റ് വന്ന ഹെപ്റ്റാത്തലിൻ ഈവൻറ്റ് ചെയ്യാതെ ലോങ് ജമ്പും ഹഡിലും മാത്രം ചെയ്യുകയും ആ കുട്ടി അതിൽ സെക്കൻഡോ തേർഡോ മറ്റോ വന്നത്. എന്നിട്ട് ആ കുട്ടിക്ക് വേൾഡ് മീറ്റിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി? എന്നെ മാത്രമല്ല 1500 ആൺകുട്ടികൾ ഫസ്റ്റ് വന്ന അജയ് പറഞ്ഞ പയ്യനും സെലക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരി, എൻ്റെ പെർഫോമൻസ് മോശമാണ് ഗുണ്ടൂരിൽ ചെയ്തതെന്ന് സമ്മതിക്കാം. പക്ഷേ അജയ് പറഞ്ഞ പയ്യൻ ATFന് ചെയ്ത അതേ ടൈം തന്നെയാണ് ഗുണ്ടൂരിൽ ചെയ്തിരിക്കുന്നത്. മൈക്രോ സെക്കൻഡ് അങ്ങനെ വ്യത്യാസമുള്ളൂ. എന്നിട്ടും ആ പയ്യന് സെലക്ഷൻ ലഭിച്ചില്ല. അതൊക്കെ വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഭാരവാഹി PI ബാബു കൂടി ചേരുന്നു. PI ബാബു, ഇവിടെ ഈ ചിത്രയ്ക്ക് ആദ്യം തന്നെ അവസരം നിഷേധിക്കുമ്പോൾ സ്ഥിരതയില്ല എന്ന കാരണമാണ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടിയത്. ലോക റാങ്കിങ്ങിൽ ചിത്രയുടെ പ്രകടനം ഏതാണ്ട് 200ാമത് മാത്രമാണെന്നും സ്ഥിരതയില്ല എന്ന കാരണം പറയുന്നു. അതുകൊണ്ട് തന്നെ മെഡൽ നേടാൻ സാധ്യതയില്ല എന്ന അടക്കമുള്ള വാദങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പോൾ കോടതി വിധിയും കായിക മന്ത്രാലയത്തിൻ്റെ ഇടപെടലും ഉണ്ടായപ്പോൾ സമയപരിധി കഴിഞ്ഞു അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഫെഡറേഷൻ തെറ്റ് സമ്മതിക്കുകയാണ്, കുറ്റം സമ്മതിക്കുകയാണ്, തെറ്റുപറ്റിയെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അത്ലറ്റിക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അത്ലറ്റിക് ടീമിനെ സെലക്ട് ചെയ്ത് ചിത്ര അതിലില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അത്ലറ്റിക് ഫെഡറേഷന് കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ കത്തയച്ചതാണ്. കാരണം ചിത്രയെ ഇതിനകത്ത് ഒഴിവാക്കപ്പെട്ടത് നീതിയല്ല. കാരണം ഓട്ടോമാറ്റിക് ക്വാളിഫൈ ചെയ്ത കുട്ടിയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലൂടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിഗണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ ജയകുമാറിനെ കോച്ചായിട്ട് പരിഗണിക്കണം എന്നും പറഞ്ഞ് നമ്മൾ അത്ലറ്റിക് ഫെഡറേഷൻ നമ്മൾ കത്ത് കൊടുത്തതാണ്. അപ്പോൾ അത്രമാത്രം വിശാല മനസ്ഥിതിയുള്ള ഒരു ഫെഡറേഷനാണെങ്കിൽ അത് അന്ന് പരിഗണിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം ചിത്ര ആ ടീമിൽ ഇടം കണ്ടാനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്തേനെ. അതിനുശേഷം കാര്യങ്ങളെല്ലാം പൊതുജനങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് മറ്റ് അത്ലറ്റിക്കിൽ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളിലേക്ക് ഇടപെട്ട് ഇതെല്ലാം കഴിഞ്ഞ് കോടതിയിൽ വന്ന് കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് ഇനി അവർ അത്രമാത്രം വിശാല മനസ്കരാകുമെന്നൊന്നും നമ്മളങ്ങനെ വിശ്വസിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ശ്രീ സുദർശൻ പറഞ്ഞതുപോലെ ഇതിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കൂട്ടി കൊണ്ടുപോകാം എന്നല്ലാതെ വലിയ പ്രയോജനം കാണില്ല. പക്ഷേ നടക്കാം. എങ്ങനെ അത്ലറ്റിക് ഫെഡറേഷനെ അതിനേക്കാൾ ശക്തിയോടെ നിയന്ത്രിച്ച്, അതായത് ഗവൺമെൻറ് തന്നെ ഇടപെട്ട് നിയന്ത്രിച്ച് ഇതിനകത്ത് ഇൻ്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷനിൽ പ്രഷർ ചെലുത്തിയാൽ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം അഡിൽ സുമരിയവാലെ പോലുള്ളവരൊക്കെ അവിടെ പാനലിലുണ്ട്. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അത് വിദൂര സാധ്യതകൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ചിത്രയെപ്പോലുള്ളവരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം.
ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രവണത ഇന്ത്യൻ ടീം സെലക്ട് ചെയ്തതിന് ശേഷമല്ല ഇവിടെ കുട്ടികളെ ക്യാമ്പിലേക്ക് വിളിക്കുന്നത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇന്ത്യയിൽ എവിടെയെങ്കിലും കായിക താരങ്ങൾ ഏതെങ്കിലും കോച്ചസിൻ്റെ കീഴിൽ വളർന്നു വന്ന് പ്രതിഭ തെളിയിച്ചാൽ ഉടനെ തന്നെ അവരോട് നാഷണൽ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയും. നാഷണൽ ക്യാമ്പിൽ അവർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ അവരെല്ലാം അപ്രിയരാകും. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അനുവിനെ പോലുള്ളവർ, ഈവൻ അനിലിൻ്റെ പോലും, ഇപ്പോൾ ചിത്ര പോലും, ഇവരെല്ലാം നാഷണൽ ക്യാമ്പിലേക്ക് പോകാൻ വിമുഖത കാണിച്ചു എന്നുള്ള കാര്യം കൊണ്ടാണ് ഇവരെല്ലാം അപ്രിയരായത്. അവർ ഫെഡറേഷൻ്റെ നോട്ടപ്പുള്ളികളായി മാറുകയും ചെയ്യും. ഈ പ്രവണതയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു ടീമിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവർ ക്യാമ്പിൽ പോയിക്കോട്ടെ. അപ്പോൾ ഈ നാഷണൽ ക്യാമ്പുകളിൽ ഈ കുട്ടികൾ ചെല്ലുകയും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഈ കോച്ചസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ചെയ്യുന്നത് തന്നെ. കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഭുവനേശ്വറിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അവിടെ കൊടുത്ത ക്യാഷ് അവാർഡ് വാങ്ങിയ കോച്ചസ് ആരൊക്കെയാണ്, അവിടെ പങ്കെടുത്ത മെഡൽ നേടിയ കുട്ടികൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. പലപ്പോഴും ബീനാമോളുടെ കാര്യത്തിൽ പോലും ഇത് സംഭവിച്ചിട്ടുണ്ട്. പുരുഷോത്തമൻ സാറിൻ്റെ കീഴിൽ പരിശീലിച്ച ബീനാമോളിൻ്റെ ക്യാഷ് അവാർഡ് 50 ലക്ഷത്തോളം രൂപ അത് കൈപ്പറ്റിയത് ആരാണ്? ഫെഡറേഷന് ലെറ്റർ കൊടുത്തിട്ട് അത് ആരാ വാങ്ങിയതെന്ന് പോലും റിപ്ലൈ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിന്തകളാണ് ഈ കായിക താരങ്ങളെ ക്യാമ്പിലേക്ക് വലിച്ചടയ്ക്കുന്നതും അങ്ങനെ ക്യാമ്പിലേക്ക് അവർ വന്നില്ലെങ്കിൽ അവർ അപ്രിയരാകുന്നതും ഒരുപക്ഷെ ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിരിക്കാം പിൽക്കാലത്ത് നമ്മൾ ഈ കാണുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ താങ്കളിലേക്ക് വരാം. മുൻ കായിക മന്ത്രി എം വിജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജയകുമാർ, ഇവിടെ ലോക ഫെഡറേഷന് കത്തയക്കുകയും സമയപരിധി കഴിഞ്ഞതിനാൽ ചിത്രയെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അത്ലറ്റിക് ഫെഡറേഷൻ കത്തയക്കും എന്നതാണ് ഫെഡറേഷൻ്റെ സെക്രട്ടറി CK വത്സൻ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമുണ്ടായി. ചിത്രയെ ലണ്ടനിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? പങ്കെടുപ്പിക്കണം എന്ന് ഉള്ള ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കും തടസ്സമല്ല. കാരണം ഇത് തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ചിത്രയെ സംബന്ധിച്ച് ദയനീയമാണ്, നിർഭാഗ്യകരമാണ്. നമ്മളെയൊക്കെ വാസ്തവത്തിൽ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ ഒരു സ്പിരിറ്റ് ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനത്തുള്ളവർക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. കായിക രംഗത്തിന്റെ വക്താക്കളാണ് അവര്. ഒരു ആധികാരികമായിട്ട് ഇത് കൈകാര്യം ചെയ്യേണ്ടവരാണ്. അവർക്ക് ഈ കായിക രംഗവുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം മത്സരങ്ങളുമായിട്ടോ ഉള്ള താല്പര്യത്തിന്റെ അഭാവമല്ലാതെ ഇത് അവർക്കൊന്നും ഈ രൂപത്തിൽ പ്രതികരിക്കാറില്ല. ഏത് രൂപത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് മറികടന്നുകൊണ്ട് സ്പോർട്സ് എന്ന കാര്യത്തിൽ, ഈ മത്സരത്തിൽ സ്പോർട്സ് ഉണ്ടല്ലോ, സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ കാര്യത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് ഒന്നും തടസ്സമല്ല, കാലതാമസം ഒന്നും ഇവിടെ പ്രതിബന്ധമല്ല എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ചിത്ര, ഇവിടെ ഈ നേരത്തെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ചിത്രയെ ഒഴിവാക്കിയതിൽ PT ഉഷയെ കുറ്റപ്പെടുത്തി അത്ലറ്റിക് ഫെഡറേഷൻ്റെ സെലക്ഷൻ സമിതി അധ്യക്ഷൻ രൺധാവ തന്നെ രംഗത്തെത്തിയിരുന്നു. PT ഉഷ ഇതിനോട് വൈകാരികമായി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് ദൃശ്യമാധ്യമങ്ങളടക്കം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരണമില്ല എന്ന് പറയുകയും ചെയ്തു. PT ഉഷയ്ക്ക് എതിരെ ഉയർന്ന വിമർശനങ്ങൾ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള PT ഉഷയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ചിത്ര? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. കാരണം അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. ഏത് സത്യം ഏത് സത്യമല്ലെന്ന് നമുക്ക് അറിയില്ല. അല്ല, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. PT ഉഷ, അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ചേർന്നാണ് ചിത്രയെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് പറയുന്നില്ല. കാരണം
യെസ്, മനസ്സിലാവുന്നുണ്ട് താങ്കൾക്ക് ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിനുള്ള പരിമിതി. കമാൽ, ഇവിടെ ഈ PT ഉഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായി അതിന് ഏതെങ്കിലും തരത്തിലുള്ള ശരിയായ വസ്തുതകളുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഈ ഫെഡറേഷൻ്റെ അധ്യക്ഷൻ തന്നെ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ? അതായത് നമ്മുടെ ഫെഡറേഷനെ അറിയുന്നവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഉഷക്കാണെങ്കിൽ അഞ്ജുവിനാണെങ്കിൽ അവിടെ ഒരു സേയുമില്ല. അതായത് ഞാൻ മുമ്പത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. ഇപ്പം 83-ലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കുവൈറ്റിൽ നടക്കുമ്പോൾ ഉഷയുടെ കോച്ച് നമ്പ്യാരായിരുന്നു. നമ്പ്യാർക്ക് ഉഷയോടൊപ്പം പോകാൻ കഴിയില്ല എന്ന് ഫെഡറേഷൻ പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അതായത് ഉഷ അന്നത്തെ കായിക മന്ത്രി ബൂട്ടാ സിംഗിനെ കാണുന്നു, ബൂട്ടാ സിംഗ് കൊടുക്കുന്നില്ല. പിന്നീട് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ കാണുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയാണ് സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഉഷ തന്നെ പറയുന്നുണ്ട്, അന്ന് മുതൽ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ നോട്ടപ്പുള്ളിയാണ് ഉഷ. അതുകൊണ്ട് ഈ കായിക താരങ്ങൾ ആരും ശബ്ദിക്കില്ല. ഇപ്പോൾ മിൽഖ സിംഗിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്, എത്രയോ കായിക താരങ്ങളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇവർ ഈ സെലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ സെലക്ഷനിൽ നിരീക്ഷകയായിട്ടോ ഏതെങ്കിലും റോളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കാർക്കും തുറന്ന്, അതായത് സുമരി വാലയ്ക്കെതിരെ സംസാരിക്കാൻ, ലളിത് ബെനോട്ടിനെതിരെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം കായിക മേഖലകളിലെ ഉന്നതന്മാർക്കെതിരെ സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു മലയാളി കായിക താരവും ഇന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം അവർക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക്, അതായത് അവരും പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന താരങ്ങളോ അല്ലെങ്കിൽ കോച്ചസോ ആണ്, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് ഉഷ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ചിത്ര കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ചിത്ര ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറും. ഉഷയുടെ അനുഭവം വെച്ചോ അഞ്ജുവിൻ്റെ അനുഭവം വെച്ചോ പറഞ്ഞതാവാം. അപ്പോൾ നോട്ടപ്പുള്ളിയാവും എന്ന് പറയുമ്പോൾ ഈ അത്ലറ്റിക് ഫെഡറേഷനെ ചോദ്യം ചെയ്യാൻ, ഇപ്പോൾ നമ്മുടെ കായികതയെ ഭരിക്കുന്നവരെ ഇതുവരെ ആരും വരെ ചോദ്യം ചെയ്തിട്ടില്ല. പണ്ട് മിൽഖ സിംഗ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അർജുന അവാർഡ് പോലും നിഷേധിച്ച് അദ്ദേഹത്തെ അകറ്റി നിർത്തിയവരാണ് നമ്മുടെ ഫെഡറേഷൻ്റെ ഭാരവാഹികൾ. അപ്പോൾ ഫെഡറേഷൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഏകാധിപത്യമാണ്, അതിനെ ആരും ചോദ്യം ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള ഏകാധിപതികൾ വാഴുന്ന ഒരു രംഗത്ത് ഉഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഞ്ജുവിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് തികഞ്ഞ ഏകാധിപത്യമാണ്. അതിനാണ് അന്തിമ ചിത്ര കോടതിയെ സമീപിച്ചു. ചിത്രയ്ക്ക് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു. അതിനർത്ഥം ചിത്ര ഉയർത്തിയ കാര്യങ്ങൾ ശരിയാണ്, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല, സുതാര്യമല്ല ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ്, അതടക്കമുള്ള കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടത്. ഏതായാലും കോടതിയെ സമീപിക്കാൻ ആർജവം കാട്ടി. അതിൻ്റെ ഭാഗമായി ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഇനിയും പ്രതികാര നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കായിക രംഗത്തുള്ളവരെല്ലാം പറയുന്നത്. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അതാണ് PT ഉഷയും വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതും. അത് നേരിടാനുള്ള ആർജവവും ധൈര്യവും കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായും ചിത്ര ഹൈക്കോടതിയെ സമീപിച്ചത്. ചിത്രയ്ക്കുണ്ടായ അനുഭവം ഇനി ഇന്ത്യയിൽ ഒരു കായിക താരത്തിനും ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ, അതിനുവേണ്ടിയുള്ള പോരാട്ടം അതിലുണ്ടാകുമോ ചിത്ര ഇനി? തീർച്ചയായും. കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഫെഡറേഷനെതിരെ കേസ് കൊടുക്കണമെന്നപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഇനിയും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അവരിനെ ഫേസ് ചെയ്യേണ്ടതല്ലേ, അവരെങ്ങനെ നമ്മളോട് പ്രതികരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പേടി ഇല്ലയെന്നല്ല, അത്ര കുറച്ച് കമ്മിയായിട്ടുണ്ട്. കാരണം എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കേരളം മൊത്തം ഉണ്ട്. കാരണം MP, വിദ്യാഭ്യാസ കായിക മന്ത്രി, മുഖ്യമന്ത്രി എല്ലാവരും സപ്പോർട്ട്, വളരെയധികം സപ്പോർട്ടാണ് നൽകിയത്. പ്രൈം ഡിബേറ്റിൽ ഒളിമ്പ്യൻ പത്മിനി തോമസ് കൂടി പങ്കുചേരുന്നു. ശ്രീമതി പത്മിനി തോമസ്, BCCIയെ സുപ്രീം കോടതി പരിധിയിൽ നിർത്തിയ പോലെ ഒരു ശുദ്ധികലശം അത്ലറ്റിക് ഫെഡറേഷൻ്റെ കാര്യത്തിലുമുണ്ട് എന്ന് വേണമോ ഈ ചിത്രയുടെ മാത്രം വിഷയം എടുത്ത് പരിശോധിക്കുമ്പോൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യം, കായിക മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ട കാര്യം? അങ്ങനെയെങ്കിൽ ഈ കുറ്റം ചെയ്ത ഫെഡറേഷൻ, ആ കുറ്റക്കാർക്കെതിരെ നടപടി, ഫെഡറേഷനിലൊരു ശുദ്ധികലശം അതിന് സമയമായിരിക്കുന്നു.
കണിശമായും ശുദ്ധീകരണത്തിനുള്ള സമയം കഴിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ അനിൽ ഡായിക്കിൽ തുടങ്ങിയതാണിത്. പാവപ്പെട്ട കായിക താരങ്ങളെ കൊണ്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, അത്ലറ്റിക്സിൽ ഓടിൽ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു, നമ്മളെ ആരും പിന്തള്ളുകയല്ല, നമുക്ക് പോകാൻ പറ്റും, ഏതായാലും സെക്കൻഡായവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന്. എന്നാൽ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. PU ചിത്ര നല്ല ടൈമിൽ ചെയ്തു. സാഫ് ഗെയിംസും ഏഷ്യൻ മീറ്റിലും ഗോൾഡ് മെഡൽ വിൻ ചെയ്തു. നിസ്സാരമായ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, ഗുണ്ടൂരിൽ ടൈം മോശമായി, തഴയപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ കരുത്തായ ഇടപെടൽ ഉണ്ടായി. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി, പരമോന്നത സുപ്രീം കോടതിക്ക് മുകളിലാണോ ഫെഡറേഷൻ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നി. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടുന്ന് ലണ്ടനിലേക്ക് പറന്നാൽ മാത്രമേ ചിത്രയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. കാര്യം ഈ ഒരുപാട് അപാകതകൾ ഞാനിതിനകത്ത് കണ്ട്. സെലക്ഷൻ കഴിഞ്ഞ് സമയങ്ങളോളം ലിസ്റ്റ് വൈകിപ്പിക്കുക, അതുപോലെ തന്നെ പിന്നെ ഒരു ലോക മീറ്റിന് പോകുന്നതിന് എത്രയോ മുമ്പ് ടീം പ്രഖ്യാപിക്കണം. റിലേയുടെ പ്രാക്ടീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കായിക താരങ്ങൾ ഇതിനകത്ത് ക്വാളിഫൈ ചെയ്താത്ത കായിക താരങ്ങൾ പോയിട്ടുണ്ട്. ചിത്രയ്ക്ക് മാത്രം ഒരുപാട് റൂളുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ടു. ഈ ക്വാളിഫൈ ചെയ്താത്ത 7ഓളം പേര് ടീമിൽ പോയിട്ടുണ്ട്. അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഈ കായിക താരത്തിന് ഒരു ഗോഡ് ഫാദറും അവിടെ ഇല്ലാതെ ആയിപ്പോയി. അവർക്ക് പറയാനായിട്ട് ആരും ഇല്ലാതെയായി നമ്മുടെ പാവപ്പെട്ട ചിത്രയ്ക്ക്. അല്ലെങ്കിൽ ഏഷ്യൻ ഗോൾഡ് മെഡലിസ്റ്റായ ചിത്ര പോകേണ്ടത് തന്നെയാണ്. ഫെഡറേഷനിലെ ലോബികൾ അവരുടെ താല്പര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും അവരുടെ സങ്കുചിതമായ മനോഭാവം തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഹൈക്കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഫെഡറേഷൻ എന്നതാണ്. രാഷ്ട്രീയമായ ഇടപെടലുണ്ടായാൽ ഒരുപക്ഷെ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുന്ന നേതാക്കളും അത്തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതിനും ഒട്ടേറെ ന്യൂനതകളുണ്ട് എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ ബോധ്യപ്പെട്ടതാണ്. പ്രകാശ്, തീർച്ചയായിട്ടും ഇത് ഒരു പുനഃസംവിധാനം അർഹിക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മുടെ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടത്. സർക്കാരിനൊക്കെ നേരിട്ട് നിയന്ത്രണം വരുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറേണ്ടതുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സങ്കീർണമായ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതെങ്ങനെ നടപ്പിൽ വരുത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകളാണ് ഇനി യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. അത് ഇനി ഒരുപക്ഷെ ഈ ചിത്ര സംഭവവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആലോചനകൾ നടന്നേക്കാം. പക്ഷേ ഇവിടെ ചിത്ര സംഭവത്തെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഈ വിഷയത്തെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് വളരെ സ്പെസിഫിക്കായ 1-2 വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ചിത്രയ്ക്ക് ഇപ്പോഴത്തെ ഈ പരിതാപകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തന്നെയുള്ള PT ഉഷ സ്കൂൾ എന്ന സ്കൂളിന് പുറത്ത് ഒരു അത്ലറ്റും ലോകത്തോളം വളരണ്ട എന്നാരോ ശടിച്ചതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ചിത്രയ്ക്കുണ്ടായിരിക്കുന്ന ഈ അവസ്ഥ എന്ന് ബലമായിട്ട് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ഇവിടെ കമാൽ വരദൂരും ശ്രീ ബാബുവും പത്മിനി തോമസും പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ചിത്രയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരൊറ്റ വ്യക്തിയിലേക്ക് ആണ് ആ ചർച്ച യഥാർത്ഥത്തിൽ കൊണ്ട് വരേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് മേൽക്കൈ ലഭിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഉഷ സ്കൂളിൻ്റെ പുറത്തും അത്ലറ്റുകൾ ഉണ്ടാകണം. അവർ ഇതുപോലുള്ള ലോക ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കണം. അങ്ങനെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഏതോ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ നേരത്തെ പേര് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത്തരത്തിലുള്ള ആൾക്കാരുടെ മേൽക്കൈ നശിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ ബാബു സംസാരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഈ സാമ്പത്തിക അഴിമതി പോലും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ്. താരങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ പോലും അല്ലെങ്കിൽ സമ്മാനത്തുക പോലും അടിച്ച് മാറ്റുന്നവർ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ കമാൽ വരദൂർ പറഞ്ഞെടുത്തും ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള ചർച്ച അർഹിക്കുന്ന
ചില കാര്യങ്ങളാണ്. അദ്ദേഹം പഴയ ചരിത്രം പറഞ്ഞത്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ധാരാളം അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ഇതിൻ്റെ മേളിൽ ഒരു പിടി, ഒരു ശക്തമായൊരു പിടി ഇത്തരത്തിലുള്ള ഫെഡറേഷൻ്റെ മുകളിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. അതിന് വളരെ സർഗാത്മകമായ ചർച്ചകൾ ഈ വിഷയത്തിൽ താങ്കളുടെ മറുപടി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിൽ നിന്നുമുള്ള ഒരു താരത്തെ പാടെ അവഗണിക്കണമെങ്കിൽ മറ്റ് ഫെഡറേഷനിലെ മറ്റ് ഭാരവാഹികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്, ഗുണകരമായിട്ടാണ് എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനർഹമായിട്ടുള്ള പരിഗണനയോ മാനദണ്ഡമോ സുതാര്യത ഇല്ലായ്മയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വാദിക്കുകയും കേരളത്തിലെ കായിക താരത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യേണ്ട വ്യക്തികളുടെ ഭാഗത്തുനിന്ന് അതുണ്ടായിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. ഒരു പക്ഷേ അതുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ ചിത്രയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രകാശ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം PT ഉഷ ഏതെങ്കിലും ഘട്ടത്തിൽ ചിത്ര ടീമിൽ വേണ്ട എന്ന് പറയുന്ന ഒരാളല്ല. നമുക്ക് വളരെ വർഷങ്ങളായിട്ട് PT ഉഷയെ അറിയാം. അതായത് കായികതയ്ക്ക് വേണ്ടി സമർപ്പിച്ചൊരു ലൈഫാണത്. അപ്പോൾ അങ്ങനെയുള്ള ഉഷ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു PU ചിത്രക്ക് വേണ്ടി അല്ലെങ്കിൽ ചിത്ര വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളികൾ വേണ്ട എന്നൊരിക്കലും പറയില്ല. നമ്മുടെ ടീമിൽ അനസുണ്ട്, അനിലിൻ്റെ ഉണ്ട്, ധാരാളം മലയാളികൾ നമ്മുടെ ടീമിലുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ചരിത്രം എടുക്കുകയാണെങ്കിലും ഉഷ കുറേ കാലമായിട്ട് ഈ രംഗത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും താരത്തിനെതിരെ അവർ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ. മറ്റൊന്ന്, പക്ഷേ ഉഷക്കുള്ള ഒരു ദൗർബല്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം, അവർക്കൊന്നും സംസാരിക്കാനുള്ള ഇടം കൊടുക്കാറില്ല. നമ്മൾ കുറേ വർഷങ്ങളായി കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണത്, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ആളുകൾ, ഞാൻ നേരത്തെ അവരുടെ പേരുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ആളുകളുടെ കൈപ്പിടിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി നടന്ന സമയത്ത് സുരേഷ് കൽമാടിയെ നമ്മൾ പുറത്താക്കുന്നു, ലളിത് ബെനോട്ടിനെ നമ്മൾ പുറത്താക്കുന്നു. പിന്നീട് എങ്ങനെ ഈ ലളിത് ബെനോട്ട് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ആവുന്നു? ആരാണ് അദ്ദേഹത്തെ ഈ ചെയർമാൻ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന് ഈ സെലക്ഷൻ പ്രക്രിയയിൽ വളരെ വ്യക്തമായ ഇടപെടലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആളുകൾ, സോണലി അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിന് കൊണ്ടുവരണം. ആ ഒരു സെലക്ഷൻ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ അതിനുള്ള ധൈര്യം ഉഷയ്ക്കില്ല, അഞ്ജുവിനില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇനി അത്തരമൊരു മീറ്റിങ്ങിൽ ഉഷ ശബ്ദിച്ചിരുന്നെങ്കിൽ, അതായത് ഉഷയും മഞ്ജുവുമൊക്കെ ചിത്ര വേണം, ചിത്ര ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിയാണ്, ആ കുട്ടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുമായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അവർ ദുർബലരാണ്. അവരാരും അങ്ങനെ സംസാരിക്കാത്ത ഒരു പശ്ചാത്തലമാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഫെഡറേഷനിൽ കാലാകാലങ്ങളായിട്ട് ഇരിപ്പുറപ്പുള്ള കുറേ ആളുകളുണ്ട്. ഇവർ ഈ ഇത് സെലക്ഷൻ എന്നൊന്നും ഇതിനെ പറയാനായിട്ട് കഴിയില്ല. മറിച്ച് ഇവർക്കൊരു ലിസ്റ്റ് അവർ നേരത്തെ ഉണ്ടാക്കും. കാരണം ഇപ്പോൾ 24 പേര് പോകുന്നു. ഈ ലിസ്റ്റ് നേരത്തെ ആയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ എന്ത് ഭാഗ്യത്തിനൊക്കെയാണ് അനസും അനിലിൻ്റെ കുറച്ച് മലയാളികളൊക്കെ അല്ലെങ്കിൽ KT ഇർഫാനെ പോലുള്ള ആളുകളൊക്കെ കയറി വന്നത്. അപ്പോൾ ഈ സെലക്ഷൻ ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഇങ്ങനെയെങ്കിലും ഇവർ ചെയ്തല്ലോ എന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി മാനദണ്ഡങ്ങൾ ലംഘിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാൻ പോലും കഴിയാത്തത്ര ബലഹീനരാണോ ഈ PT ഉഷയും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങൾ ആ സമിതിയിലെ? അത്ലറ്റിക് ഫെഡറേഷന്, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് ഒരു മാനദണ്ഡമുണ്ടോ? അത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അനിൽ സുമരിവാല ഇറക്കിയ ഒരു ഓപ്പൺ ലെറ്ററിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ശരി, അവരൊരു മാനദണ്ഡം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സെലക്ടേഴ്സ് എല്ലാം അതിനെ ചുറ്റിയാണ് സെലക്ഷൻ നടത്തിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആ മാനദണ്ഡം പരിശോധിച്ചാൽ നമുക്കറിയാം, കുണ്ടൂർ മീറ്റിൽ പങ്കെടുക്കേണ്ടത് മാൻഡേറ്ററി ഓർഡറാണെന്ന് സെക്രട്ടറി വത്സം പറഞ്ഞപ്പോൾ 7 പേര് ആ കുണ്ടൂർ മീറ്റിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇനി മറ്റ് റിലേ ടീമിൽ മത്സരിച്ചവരുടെ പിൻകാല പെർഫോമൻസുകൾ പരിശോധിച്ച് അത് പരിഗണനയിലെടുത്തപ്പോൾ ചിത്രയുടെ മാത്രം പെർഫോമൻസ് മോശമാണെന്നാണ് കണ്ടതിൽ. ചിത്രയുടെ ഇതിനു മുമ്പുള്ള പെർഫോമൻസ് പരിഗണിക്കാതിരുന്നത്? ഗുണ്ടൂർ മീറ്റിൽ മത്സരിക്കാത്ത സുധാ സിംഗിനെ ആ ഒറ്റ കാരണത്താൽ പുറത്താക്കിയപ്പോൾ 7 പേരകത്ത് കയറി. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒബ്സർവർ എന്നുള്ള രീതിയിൽ അവിടെ ആ ഒബ്സർവർ എന്തുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടിയില്ല? ഒരു അത്ലറ്റിന് വേണ്ടിയിട്ടും ഒരു ഒബ്സർവർ വാദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
അവിടെ നടന്ന കാര്യങ്ങൾ സുതാര്യമായിരുന്നോ, മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരുന്നോ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയായിട്ടാണ് കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ കാണുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ചിത്ര ടീമിൽ ഇടം പിടിക്കാതെ പോയത് എന്ന് ഞങ്ങൾക്ക് സസംശയം പറയാൻ പറ്റും. യെസ്, പത്മിനി തോമസ്, ഫെഡറേഷൻ അതിൻ്റെ ഒരു സമിതി, സെലക്ഷൻ കമ്മിറ്റി, അതിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ബാധ്യതയുണ്ട്. അത് നിറവേറ്റാൻ അതിലെ അംഗങ്ങളായിരിക്കുന്നവർ സ്വാഭാവികമായും ബാധ്യസ്ഥരുമാണ്. അങ്ങനെ വരുമ്പോൾ PT ഉഷ ആ ധർമ്മം, അവരിൽ അർപ്പിതമായ കർമ്മം അവർ ചെയ്തില്ല. അവർ ദുർബലയാണ്, അവരെപ്പോലുള്ളവർ ദുർബലയാണ്. വലിയ ഒരു ലോബി ഉണ്ട് ഫെഡറേഷനിൽ, അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല, താല്പര്യങ്ങൾ മാത്രമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ബാബു പറയുന്നതിൽ നിന്നും കമാൽ വരദൂർ പറയുന്നതിൽ നിന്നും അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഒരു സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മീറ്റിന് പോകുന്നതിന് മുമ്പേ അവരുടെ ടീം ലിസ്റ്റൊക്കെ ഇത്ര ദിവസം മുമ്പ് പുറപ്പെടുവിക്കണം. അത് കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റമൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമിതിയിൽ ഇരിക്കുന്നതെല്ലാം കായിക താരങ്ങളാണ്. ഉഷയെപ്പോലൊരു കായിക താരം ഒരിക്കലും നമ്മുടെ ഒരു ചിത്രയ്ക്ക് ഒരിക്കലും എതിരാകത്തില്ല. കാര്യം ഉഷ വളർന്ന് വന്ന ആ പാത ഒരിക്കലും വിട്ടു പോകുമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ മീറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഉഷയുടെ പ്രതികരണം കണ്ടായിരുന്നു. അപ്പം അത്ലറ്റിക് ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ശബ്ദമുയർത്തിയാലും അവരെയൊക്കെ നോട്ടപ്പുള്ളികളായിക്കൊണ്ട് അവരുടെ വരുന്ന കാലങ്ങളിലുള്ള കായിക താരങ്ങളെ ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഉഷ പറഞ്ഞെന്നാണ് പറയുന്നത്. PU ചിത്രയുടെ കാര്യത്തിൽ ഉഷ ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞെന്നാണ് പറയുന്നത്. കാര്യം ഒരിക്കലും ഉഷയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഈ ഒരു സമിതി എടുക്കുന്ന സമയത്ത് പക്ഷെ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഇപ്പം ഉഷ ഇപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ അവിടെ എന്തോ ഒന്ന് ശ്രീമതി പത്മിനി തോമസ് ഇവിടെ ഒന്ന് ഇടപെടുകയാണ്. ഇവിടെ ഇതിൻ്റെ പ്രാഥമികമായ കുറ്റം ചെയ്തത് സെലക്ഷൻ കമ്മിറ്റി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ചിത്ര മത്സരിക്കണം, ചിത്രയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതില്ല. അപ്പോൾ അതുകൊണ്ട് ചിത്ര മത്സരിക്കണമെന്ന് താല്പര്യവുമുണ്ട്. പക്ഷേ ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ചിത്രയെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രാഥമികമായ കുറ്റം ഏതായാലും സെലക്ഷൻ കമ്മിറ്റിയുടേതാണ്. ആ കമ്മിറ്റിയുടെ അംഗമായിരിക്കുമ്പോൾ സ്വാഭാവികമായും വിമർശനം ഉയരും. കണിശമായിട്ടും കാര്യം ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ മുകളിൽ തന്നെ ഫെഡറേഷൻ്റെ ഭാരവാഹികളുണ്ട്, ഒപ്പം ഇതിനൊരു ചെയർമാനുണ്ട്, പിന്നെ അതിൻ്റെതായ അങ്ങനെയെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് വെറും നോക്കുകുത്തിയാണ്. കണിശമായിട്ടും ചിലർക്കൊക്കെ അങ്ങനെ ഇരിക്കാനേ ഒരുപക്ഷെ അതിനകത്ത് സാധിക്കുകയുള്ളായിരിക്കും. കാര്യം അവരുടെയൊക്കെ മുകളിൽ സൂപ്പറായിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഒരു നമ്മുടെ കേരളത്തിലെ ഒരു കായിക താരത്തിന് സെലക്ഷൻ കിട്ടുന്നതിനെ എതിർക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഉഷ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ എന്തോ അവർ ചെയ്തു എന്ന തരത്തിലല്ല. PT ഉഷ അല്ലെങ്കിൽ PT ഉഷ, PU ചിത്ര എന്ന രണ്ട് വ്യക്തികളിൽ ഒതുങ്ങേണ്ടതല്ല ഇത് കായിക ഇന്ത്യക്ക് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ലോബികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു. അവിഹിതമായ മാർഗങ്ങളിലൂടെ, മാനദണ്ഡങ്ങളില്ലാതെ, യഥാർത്ഥമായി അർഹതപ്പെട്ടവരെ പരിഗണിക്കാതെ മറ്റ് പല പരിഗണനയും നൽകിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അവിടെയാണ് ചോദ്യങ്ങൾ ഉയരേണ്ടത്. നിങ്ങളടക്കം, മുൻ താരങ്ങളടക്കം, നിങ്ങൾക്കടക്കം ഉത്തരവാദിത്വമുണ്ട്. PT ഉഷയ്ക്കും താങ്കൾക്കും അടക്കമുള്ളവർക്ക്, വരും തലമുറയ്ക്ക്, നിങ്ങളുടെ പിൻഗാമികൾക്ക് മെച്ചപ്പെട്ട അവസരമൊരുക്കാൻ നിങ്ങളുടെ മുറവിളിയും ആവശ്യമാണ്. അവിഹിതമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നുള്ളത് കറക്റ്റാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പിന് യാതൊരു മാനദണ്ഡവും പാലിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ടീം ഇങ്ങനെയല്ലായിരുന്നു പോകുന്നത്. ക്വാളിഫയിങ് മാർക്ക് കഴിയാത്ത 7ഓളം പേര് ഇപ്പോൾ ടീമിൽ കയറി പോയിരിക്കുകയാണ്. ഈ ചിത്രയുടെ കാര്യം വരുമ്പം പല മാനദണ്ഡങ്ങളും അവർ പറയുന്നുണ്ട്. ഒരു ലോക മീറ്റിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ കഴിഞ്ഞ ചില മത്സരങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. അതൊന്നും ഒരിക്കലും ഒരു മാനദണ്ഡമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ സമിതി
ഇങ്ങനെയല്ല പോകേണ്ടത്. നമ്മുടെ ക്രിക്കറ്റിലൊക്കെ പോകുന്ന പോലെ കുറച്ചുകൂടെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു സിറ്റിംഗ് ജഡ്ജിൻ്റെയൊക്കെ രീതിയിൽ തന്നെ പോകേണ്ട സമയം അതാണ് സുദർശൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ക്രിക്കറ്റിലടക്കം ഉണ്ടായിരുന്ന പുഴുക്കുത്തുകൾ അതിനെ സുതാര്യമാക്കാൻ ലോധ കമ്മിറ്റി അടക്കം ഉണ്ടായ ഇടപെടൽ, അത്തരത്തിലുള്ള ഇടപെടലാണ് ഈ തരുണത്തിൽ ഫെഡറേഷനെ ശുദ്ധീകരിക്കാൻ ആവശ്യം. തീർച്ചയായിട്ടും അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ സംസാരിച്ചവരെല്ലാം തന്നെ ആ പഴയ സംഭവങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തു. എങ്കിലും എനിക്ക് ഏറ്റവും അവസാനമായിട്ടൊരു സംശയം ഞാൻ ഉന്നയിക്കുന്നത്, നേരത്തെ ഇവിടെ PT ഉഷയെ വെള്ളപൂശാനോ രക്ഷിക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ പത്മിനി തോമസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അല്പം സോഫ്റ്റായിട്ട് കമാൽ വരദൂരിൻ്റെ ഭാഗത്തു നിന്നും. ഞാൻ അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ഖണ്ഡിക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറല്ല. എനിക്കൊരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം ആ രണ്ടുപേരും തരണം. ഈ PU ചിത്രയ്ക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ദുരനുഭവം ഉഷ സ്കൂളിലെ ഒരു കുട്ടിക്കാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ ഉഷയുടെ പ്രതികരണങ്ങളും നിലപാടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഇതിന് ഒരു ഉത്തരം അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. പ്രകാശ്. പത്മിനി, താങ്കൾക്ക് മറുപടി പറയാം, വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. കണിശമായിട്ടും ഇപ്പം ടീമിൽ പോകുന്ന ഒരവസ്ഥയിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ കണിശമായിട്ടും ഉഷ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. ഈ ഒരു സമയത്തും PU ചിത്രയ്ക്ക് വേണ്ടി ഉഷ ആ സമിതിയിൽ, നേരത്തെ ഉഷയുടെ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ ഇടപെട്ടിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഉഷയുടെ ഒരു കുട്ടിക്ക് വന്നാലും കണിശമായിട്ടും ഇടപെടലുണ്ടാകാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. കണിശമായിട്ടും ഇടപെടലുണ്ടാവും. ശ്രീ ബാബു, താങ്കളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. നിലവിൽ ഫെഡറേഷന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടിയും നിലപാടുമാണ് അത്ലറ്റിക് അസോസിയേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഫെഡറേഷന്റെ ഭാവി അപകടത്തിലായാൽ അസോസിയേഷനെ അത് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷന് അങ്ങനെ ഒരു ഭയമില്ല. കാരണം ഇന്ത്യയിലെ മുഴുവൻ അത്ലറ്റുകളെയും സംഭാവന ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് കേരളം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ, ഇപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് ഗവൺമെൻറ് ഒന്നിച്ച് നിന്നു, ഇവിടുത്തെ സ്പോർട്സ് പ്രേമികൾ ഒന്നിച്ച് നിന്നു, മാധ്യമങ്ങൾ ഒന്നിച്ച് നിന്നു. ഇങ്ങനെ ഒന്നിച്ച് നിന്നാൽ കേരളത്തിൻ്റെ ശക്തി എന്താണെന്ന് തീർച്ചയായിട്ടും കേന്ദ്രം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇതുവരെ അത് സംഭവിക്കാതിരുന്നത് നമ്മളാരും ഒന്നിച്ച് നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും നമ്മുടെ അത്ലറ്റ്സിന് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. കാരണം കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, പ്രത്യേകിച്ച് അത്ലറ്റ്സ്. 90% കുട്ടികളും ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിച്ചത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.